പ്രിയപ്പെട്ട തിരുവനന്തപുരം സെന്റ് തോമസ് കോളേജിലെ പ്രിൻസിപ്പാൾ ഡോക്ടർ ഇഗ്നേഷ്യസ് ആന്റണി, ടോം ജോസ് അങ്കമാലി, രാമേന്ദ്രൻ മാസ്റ്റർ, മുരളിമാർ, മാധവൻകുട്ടി, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ വലിയ ഒരു ദിവസമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ജോർജ് മേനാച്ചേരി മാഷയുടെ 80ാം വർഷം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രഭാഷണ പരമ്പര, ഇവിടെ നേരത്തെ മുരളി മാഷ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പൊരു പ്രഭാഷണ പരമ്പര നടന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെതാണ്, തൃശ്ശൂർ പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ. അത് വാസ്തവത്തിൽ തൃശ്ശൂരിനെ ആകെ ആകർഷിച്ച ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം അന്നത് 7 ദിവസത്തെ സപ്താഹം എന്ന് പേരിട്ട് 7 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇന്ന് അത് അശീതി പരിപാടി 8 ദിവസം, 8 ദിവസം നീണ്ടു നിൽക്കുന്ന ജോർജ് മാഷയുടെ 80ാം ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ജോർജ് മേനാച്ചേരി മാഷ ഞാൻ സെന്റ് തോമസ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ വ്രതനിഷ്ഠയോടുകൂടിയുള്ള കഠിനമായ അധ്വാനം, പ്രത്യേകിച്ച് ഏതൊരു മേഖല തിരഞ്ഞെടുക്കുന്നോ ആ മേഖലയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യജ്ഞം പലപ്പോഴും പല സന്ദർഭങ്ങളിലും കാണാൻ എനിക്ക് സാധിച്ചു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ എൻസൈക്ലോപീഡിയയാണ്. ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയ്ക്ക് ചില എൻസൈക്ലോപീഡിയകൾ, ബ്രിട്ടാനിക്കയും അമേരിക്കാനെയും ഒക്കെ എന്നൊക്കെ പറയുന്ന എൻസൈക്ലോപീഡിയകൾ പലപ്പോഴും റെഫർ ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ള വേണ്ടി വന്നിട്ടുള്ള ഒരാളാണിത്. ജോർജ് മാഷയുടെ സെന്റ് തോമസ് ക്രിസ്ത്യൻ എൻസൈക്ലോപീഡിയ ഒരു തരത്തിലും പിന്നിലല്ല, കെട്ടിലും മട്ടിലും മാത്രമല്ല, ആശയങ്ങളുടെ കാര്യത്തിലും അന്വേഷണത്വരയുടെ കാര്യത്തിലുമൊക്കെ മറ്റേതിനെയും ഒപ്പം നിർത്തുന്ന തരത്തിലുള്ളതാണ് എന്ന് അന്നേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരാൾക്ക് ഇത് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല എൻ്റെ അധ്യാപകനായ ജോർജ് മേനാച്ചേരി മാഷ് ഇത് പൂർത്തിയാക്കുമെന്ന് എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം വലിയൊരു കമ്മിറ്റി, ആഗോളതലത്തിലുള്ള കമ്മിറ്റികളാണ് എൻസൈക്ലോപീഡിയകൾ ഉണ്ടാക്കുക. അതിന് പകരം ഒരു ഒറ്റയാനായി ജോർജ് മാഷ് മറ്റു പലരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ കോളേജിലെ ജോലിക്ക് പുറമെ ഇതിനു വേണ്ടി ബാക്കി സമയം മുഴുവൻ, കിട്ടാവുന്ന ഫണ്ട് മുഴുവൻ, കുടുംബത്തിലെ മറ്റ് താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി അദ്ദേഹം നടത്തിയ ഈ അന്വേഷണം, ജോർജ് മാഷ് ഇനിയും ഇതുപോലെ അന്വേഷണങ്ങൾ ആവശ്യമാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ റെക്കോർഡിംഗ് ഓഫ് ഈവൻസ്, സംഭവങ്ങളെ സത്യസന്ധമായി രേഖപ്പെടുത്തുന്നതാണ് ചരിത്രം. പക്ഷേ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചരിത്രം വളച്ചൊടിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സത്യമെന്ന് വിളിച്ചു പറയാൻ, അത് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രവാചകന്റെ ശബ്ദത്തിൽ ഇതാണ് സത്യം എന്ന് പറയാൻ ഇതുപോലൊരാൾ ആവശ്യമാണ്. അതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൂടിയ ഞങ്ങളൊരു ആലോചനാ യോഗത്തിലും ഇന്നും അദ്ദേഹം മുസൂരിസ് എന്ന ഈ പ്രസ്ഥാനത്തെ, ഈ അന്വേഷണ പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്, അതല്ല, അതിനപ്പുറത്ത് വേറെ ചില സത്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇത്തരം സത്യാന്വേഷണികളാണ്, ഇത്തരം ചരിത്രാന്വേഷികളാണ് നമ്മുടെ സമൂഹത്തിൽ കുറെ പേരെങ്കിലും ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ജോർജ് മാഷ് അദ്ദേഹത്തിൻ്റെ എനർജിയും അദ്ദേഹത്തിൻ്റെ ഊർജവുമെല്ലാം ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.